ഇപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് നമ്മൾ എടുക്കാൻ പോകുന്നത് ഡിവിഷൻ തിയറിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാവർക്കും അറിയാണ്ട് ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞത്. അതായത് ഫോർ എക്സാമ്പിൾ 22 ഡിവൈഡ് ബൈ 5. അപ്പോൾ ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഡിവിഡൻഡ് എന്താണ്? 22 ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഡിവൈസർ എന്താണ്? 5 ആണ്. ഓക്കെ, ഇതിൻ്റെ ക്വോഷ്യൻ്റ് ആയിട്ട് വരുന്നത് 4 ആണ്. റിമൈൻഡർ എത്രയാണ്? 2 ആണ്. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ എഴുതി തരാം. അതായത് 22 ഇസ് ഈക്വൽ ടു ഡിവൈസർ എത്രയാണ്? 5. എന്തുകൊണ്ടാണ് ഡിവൈഡ്? അതാണ് ഡിവൈസർ. ഇൻറ്റു എത്രയാണ്? ക്വോഷ്യൻ്റ് എത്രയാണ്? 4 പ്ലസ് എന്താണ്? 2. ഈ ഒരു സാധനം, ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. ഞാൻ എക്സാമ്പിൾ വെച്ച് പറഞ്ഞത് മനസ്സിലാക്കിയായിരിക്കുന്നു. കാരണം ഈ ഒരു ഫോർമാറ്റ് പഠിച്ചു വെക്കണം. ഇത് വെച്ച് കുറേ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു നമ്പറിനെ ഒരു നമ്പറോട് ഡിവൈഡ് ചെയ്തു, അപ്പം റിമൈൻഡർ ഇത്ര കിട്ടി. ഓക്കെ, നമ്പർ എത്ര എന്ന് പറയില്ല, ഡിവൈഡ് ചെയ്തത് എത്ര കൊണ്ടാന്ന് പറയും. ഇത് നെക്സ്റ്റ് ചോദിക്കാം, ആ നമ്പറിനെ വേറൊരു നമ്പറോട് ഡിവൈഡ് ചെയ്താൽ എത്ര ക്വോഷ്യൻ്റ് കിട്ടും, അല്ലെങ്കിൽ എത്ര റിമൈൻഡർ കിട്ടും. ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നോർമലി ചോദിക്കാറുണ്ട്. ഓക്കെ.